നമസ്കാരം. കരൺ ന്യൂസ് കല്ലൂർക്കാട് എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെയുള്ള ഭദ്ര എൻ അജയ് എന്ന് പറയുന്ന ഒരു 5ാം ക്ലാസ്സുകാരിയാണ്. ഈ കുട്ടി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച് ഒത്തിരി കൊച്ചു കൊച്ചു പുരസ്കാരങ്ങളെല്ലാം മേടിച്ച് നമുക്ക് വളരെ അഭിമാനമായ ഒരു കുട്ടിയാണ് ഇന്ന് എന്റെ കൂടെയുള്ളത്. ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം, ഒരു കഥാപുസ്തകം പ്രസിദ്ധീകരിച്ച് എന്നൊരു പ്രത്യേകത കൂടി ഈ കുട്ടിക്കുണ്ട്. അപ്പം ഈ കുട്ടിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് ചോദിച്ചറിയാം. ഭദ്ര, നമസ്കാരം. ആദ്യം ആയിട്ട് നമുക്ക് ഒരു തിരുവോണ ദിന ആശംസകളോട് തുടങ്ങാം അല്ലെ? അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ഒരു ഓണപ്പാട്ടോട് തുടങ്ങാം. പഠിക്കും. ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, പൂക്കളുത്തേ, പൂക്കളമിട്ടേ, പൂക്കുറ്റിപ്പൂ ചിയോതിപ്പൂ തുമ്പപ്പൂക്കൾ, നീയും വായോ ഓണക്കളിയാടാൻ, ഇനിയൂഞ്ഞാലാടാം ഊയലാടിടാം, ചെമ്പട്ടും ചെണ്ടയുമായി ഓണത്താര് വരും, ഇനി തുള്ളാട്ടം തുള്ളുന്ന തുമ്പികളായിടാം. ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, പൂക്കളുത്തേ, പൂക്കളമിട്ടേ, പൂക്കുറ്റിപ്പൂ ചിയോതിപ്പൂ തുമ്പപ്പൂക്കൾ, അടുക്കളത്തടത്തിലമ്മ സദ്യയൊരുക്കുന്നു, തൂശയിലായി ഒഴിയുമ്പോൾ വയറു നിറയുന്നു, അടുക്കളത്തടത്തിലമ്മ സദ്യയൊരുക്കുന്നു, തൂശനില ഒഴിയുമ്പോൾ വയറു നിറയുന്നു, പൊന്നിൻ ചിങ്ങ കസവുമേന്തി മാവലിയും വന്നു, ആമോദത്തിന്ന കുഴികൾ എങ്ങും നിറയുന്നു. ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, ഓണം വന്നേ, പൂക്കളിറുത്തേ, പൂക്കളമിട്ടേ, പൂക്കുറ്റിപ്പൂ ചിരിയോതിപ്പൂ തുമ്പപ്പൂക്കൾ, പൂക്കുറ്റിപ്പൂ ചിരിയോതിപ്പൂ തുമ്പപ്പൂക്കൾ. നന്നായി. ഈ പാട്ടിനൊക്കെ സ്കൂളിൽ സമ്മാനം കിട്ടാറുണ്ടോ? കിട്ടാറുണ്ടല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴക്കള്ളൻ മുത്തുമണി, അതായത് ഇപ്പൊ ഈ സമീപകാലത്ത് ഇങ്ങനെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചൊരു കുട്ടി നമ്മുടെ നാട്ടിലില്ല. അപ്പം ഇതിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ മുത്തുമണി എന്ന് അറിയപ്പെടാനാണോ ഇഷ്ടം, അതെയോ ഭദ്ര അച്ഛൻ അറിയപ്പെടാനാണോ ഇഷ്ടം? മുത്തുമണി അല്ലേ? നമ്മൾ സാധാരണ എഴുത്തുകാർക്കെല്ലാം ഒരു തൂലിക നാമുണ്ട്, പെന്നയും എന്ന് പറയും. അപ്പം ആ പേരിലൂടെ തന്നെ വലിയ എഴുത്തുകാരിയാണ്. അപ്പം ഈ മാമ്പഴക്കള്ളൻ എന്ന പുസ്തകം എഴുതാൻ എങ്ങനെയാണ്? അതിങ്ങനെ കഥകളൊക്കെ എഴുതുമായിരുന്നു, അതെയോ ഇങ്ങനെ എഴുതിയത് പിന്നീട് ആരെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൊച്ചു പുസ്തകമാക്കി മാറ്റിയതാണ്? അത് കഴിഞ്ഞ അച്ഛൻ അതിനെ കുറിച്ച് എഴുതും. അച്ഛനാണോ അങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങള് പ്രോത്സാഹിപ്പിക്കുന്നത്? അച്ഛനും അമ്മയും പ്രോത്സാഹിപ്പിക്കും അല്ലെ? അപ്പം ഈ മാമ്പഴക്കള്ളൻ മുത്തുമണി എന്ന് പറയുന്ന എഴുതിയിരിക്കുന്ന പുസ്തകം, നമുക്ക് ആ പുസ്തകം കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. ഇതിവിടെ ടേബിളിന്റെ പുറത്തൊക്കെ കിടക്കുവാണെങ്കിൽ നമുക്കത് എടുത്തു നോക്കാൻ തോന്നും അല്ലെ? വ്യത്യസ്തമായിട്ട് ഒരു കളർ പാറ്റേണോട് കൂടി, പിന്നെ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളൊക്കെ എല്ലാം ഞാൻ നോക്കിയിട്ട് വേറൊരു ചിത്രങ്ങളിലോ ഒന്നും കാണാനില്ല. ഒരു വ്യത്യസ്തമായിട്ടൊരു വരയോട് കൂടി ഇങ്ങനെ തുടങ്ങിയ ഇതാണ് മാമ്പഴക്കള്ളൻ എന്ന് പറയുന്ന മുത്തുമണി എന്ന് പറഞ്ഞ പുസ്തകം. അപ്പം നമ്മളെ ആദ്യത്തെ പുസ്തകം, ഈ ആദ്യമായിട്ട് അല്ലെ, ആദ്യത്തെ പുസ്തകം അല്ലെ, ആദ്യമായിട്ട് പുസ്തകം കിട്ടി. അതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ഡിഫറെന്റ് പാർട്ടികളോട് കൂടി ആദ്യം സഹായം എന്ന് പറഞ്ഞൊരു കഥയാണ് ഇത്. മരം ആമക്കുട്ടനോട് അല്ലെ, ആമക്കുട്ടനോട് സഹായം അഭ്യർത്ഥിക്കുന്ന കഥയാണ്.
എങ്ങനെയാണ് ഈ കഥ ആ ഫസ്റ്റ് കഥയായിട്ട് തന്നെ എഴുതാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ആ കഥ എഴുതുന്ന എങ്ങനെയാണ് മനസ്സിലേക്ക് ഓടി വന്നത്? ഞാൻ വീട്ടിന്റെ പുറത്തെ കാലം കൂടുതൽ കഥ എഴുതാറുള്ളത്. അപ്പൊ ആദ്യത്തെ കഥയായതുകൊണ്ട് ചുറ്റുപാട് നോക്കിയപ്പോ കിട്ടിയ ഒരു ക്യാരക്ടർ വെച്ചിരുന്നു. നമ്മൾ ആദ്യം നമ്മൾ എഴുതി തുടങ്ങുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചിട്ടാണ്. അത് നമ്മൾ വായിക്കുമ്പം പല പ്രമുഖരായിട്ട് എഴുത്തുകാരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചെടുത്ത് അതിന് എന്തെങ്കിലും ഒരു പരിവേഷമൊക്കെ കൊടുത്ത് അത് പലരും പിന്നീട് പറയാറുണ്ട്, അത് ഞാൻ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ആളെ കുറിച്ച് നമ്മൾ എഴുതിയതാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പം ആദ്യത്തെ പുസ്തകം പോലെ തന്നെ സഹായം അല്ലെ, നമ്മുടെ ചെറുപ്പത്തില് ഇല്ലേ, നമ്മൾ ചെറുപ്പത്തില് ആദ്യമായിട്ട് തന്നെ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ എല്ലാവരുടെ സഹായം വേണം അല്ലെ. നമ്മൾ നടക്കാൻ പഠിക്കാൻ നമ്മുടെ കയ്യെ പിടിച്ച് നടക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് ഭക്ഷണം അച്ഛനും അമ്മയും വാരി തരുന്നു അല്ലെ. അപ്പം ഒരു സഹായത്തിലൂടെ അല്ലെ, നമ്മളൊരു സഹായത്തിലൂടെ തന്നെയാണ് നമ്മൾ ജീവിതം ആരംഭിക്കുന്നത് അല്ലെ. അപ്പം എങ്ങനെയാണ് മുത്തുമണിക്ക് ഈ കഥാപാത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്? എങ്ങനെയാണ്? വന്നതങ്ങ് എഴുതി അല്ലെ, വന്നതങ്ങ് എഴുതി. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കൂട്ടുകൂടാം. നമ്മൾ ആദ്യം നമ്മുടെ കുഞ്ഞുനാളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കൂട്ടുകൂടലാണ്. നമ്മൾ കുറെ ചുറ്റുപാടുകളുള്ള കൂട്ടുകൂടി അങ്ങനെ പോകുന്നു. അപ്പം ഭദ്രയ്ക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ? അവിടെ ഒത്തിരി ഉണ്ട്. ആരൊക്കെയാ കൂട്ടുകാർ? പേര് പറയാമോ? ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരിയല്ല അല്ലേ? നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണം അല്ലെ. ഒരാളെ മാത്രം നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഇഷ്ടപ്പെടാൻ പാടില്ല. അതിനകത്ത് അല്ല, എനിക്ക് ഒരാളോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആൾക്ക് വിഷമം വരും. അപ്പൊ അതല്ലേ ഈ രണ്ടാമത്തെ കഥയിലും അഭിനയിക്കുന്ന നമുക്ക് കൂട്ടുകൂടാം. അതായത് ആരൊക്കെയാണ് ഈ കൂട്ടുകൂടാന്നുള്ള കഥ അറിയാമോ? ഓർക്കണില്ല അല്ലെ. ഇതിന്റെ കഥാപാത്രങ്ങൾ ആരാ? കത്രികയും പെൻസിലും. ആദ്യം കത്രികയും പെൻസിലും കൂട്ടുകൂടി അങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത്? പേപ്പറിന് കൂട്ടുകൂടാൻ ആരില്ല അല്ലെ. അപ്പൊ അങ്ങനെ വന്ന് അവര് കൂട്ടുകൂടി അല്ലെ. അപ്പൊ അവര് കൂട്ടുകൂടി ഇതായി. അപ്പൊ ഒരാൾ തന്നെ കൂട്ടുകൂടുന്നത് ശരിയാണോ? ഇല്ല. നമ്മള് എല്ലാവരോടും ഒരേപോലെ കൂട്ടുകൂടി ഒരേപോലെ സ്നേഹിക്കണം അല്ലെ. പിന്നെ എന്താണ് മുത്തുമണിയുടെ വേറെ ഇതെന്താണ്? വേറെ ഏതൊക്കെ മേഖലകളാണ് ഇങ്ങനെ പാട്ടോ ഡാൻസോ വേറെ ഏതെങ്കിലും രീതിയിൽ വരയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്? കവിത എഴുതാറുണ്ട്. എന്നാ ആ എഴുതിയ ഒരു കവിതയുടെ 2 ഭാഗം പഠിക്കും. മഴവന്ന നേരത്ത് ആദ്യ മഴത്തുള്ളി ഇട്ടു വീണു, മണ്ണിരകൾ പുഞ്ചിരി തൂകി നിന്നു, പൂവ് ഇതള് വിടർത്തി നിന്നു, പെട്ടെന്ന് മാനം കറുത്തു വന്നു, മഴയുടെ പുഞ്ചിരി മാഞ്ഞുപോയി, മഴയുടെ ഗീതം പുലർച്ചയായി, ചെറുമഴ വലിയൊരു പേമാരി. അല്ലെ, കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ആദ്യമായിട്ട് എഴുതാൻ പറ്റിയ ഒരു പാട്ടാണ്. കാരണം നമുക്ക് കുട്ടിക്കാലത്തൊക്കെ മഴ നനയാനും അല്ലെ, മഴ നനയാൻ ഇഷ്ടമാണ്. പിന്നെ മഴ നനഞ്ഞിട്ട് അത് പനിയൊക്കെ പിടിക്കുമ്പോ വീട്ടിൽ വഴക്ക് പറയുന്നില്ലേ. അപ്പൊ മഴയെ കുറിച്ചുള്ള ആ കവിത മനോഹരമായിട്ട്. പിന്നെ എങ്ങനെയാണ് വേറെ എന്താണ്? ഡാൻസോ പാട്ടോ? പാട്ടിന്റെ കാര്യം പറഞ്ഞു. ഡാൻസ് കളിക്കാൻ പോകാറുണ്ടല്ലേ? ഡാൻസിൽ സമ്മാനം കിട്ടാറുണ്ടോ? പാട്ടിനാണ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ വരയ്ക്കും സമ്മാനം കിട്ടാറുണ്ടോ? അല്ല. ഇത് ഞാൻ വായിച്ചിട്ട് എനിക്കിത് തോന്നിയ, ഈ പുസ്തകം വായിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് സാധാരണ അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പം ഒന്നാട് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഇത് വളരെ മനോഹരമായി തോന്നി. മനോഹരം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വായിക്കാവുന്ന രീതി, അതായത് വളരെ സിമ്പിളായിട്ട് ഒത്തിരി കടുപ്പമുള്ള വാക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് കുഞ്ഞു പിള്ളേർക്ക്, അതായത് മലയാളം പഠിച്ചു തുടങ്ങുന്ന, അതായത് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. അതിൽ കഥാപാത്രങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചുറ്റുപാടുമുള്ള ഇവിടെ നിന്ന് ചെറുത്താണ് നമ്മുടെ തേനീച്ചയൊക്കെ ആയിട്ടാണ് ഇതിലെ കഥാപാത്രങ്ങൾ. പിന്നെ ഈ പുസ്തകത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
മുത്തുമണിക്ക് ഇതാരാണ് ഇത് ഒരേപോലെ ഇങ്ങനെ ഓരോ രീതിയിൽ അടുക്കും ചിട്ടയുമായിട്ട് ഓരോ കഥ ഇങ്ങനെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ ഓർഡർ ആക്കി തന്നതാരാണ്? അച്ഛനാണ്? അമ്മയാണ്? അമ്മ അച്ഛനും കൂടെ തന്നു അല്ലേ? അപ്പം വേറെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇരുന്ന് ഇങ്ങനെ കവിതകൾ എഴുതാറുണ്ടോ? അതെയോ വേറെ എന്തെങ്കിലും പുറത്തു പോയിട്ട് കവിതയോ കഥയോ അങ്ങനെ ഏതെങ്കിലും പരിശീലിപ്പിക്കാറുണ്ടോ? പരിശീലനമൊന്നുമില്ല, വീട്ടിലിരുന്നിട്ട് ഉള്ള ഇതല്ലേ? എങ്ങനെയാണ് കാലത്ത് പഠിക്കുന്ന സമയത്താണ്? വൈകിട്ടാണ് പഠിക്കുന്നത്. ക്ലാസ്സിൽ ബെസ്റ്റ് ആണോ? അതെ അല്ലെ? എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് കിട്ടും? ഇല്ല, കിട്ടും. അപ്പം പഠനത്തിലെ കഥ, പാട്ട് അതിലുപരി പഠനത്തിലും മിടിക്കാണ് അല്ലെ? കഥ എഴുതും പോലെ തന്നെ പാട്ട് പാടാനും മിടിക്കാട്ടോ അല്ലെ? അപ്പം പിന്നെ ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുസ്തകം എന്ന് പറയുന്നത് 5 ഭാഗങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരുമ അല്ലെ? അടുത്തത് ഒരുമയാണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് സഹായം വേണം, അത് കഴിഞ്ഞ് കൂട്ടുകൂടണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമ അല്ലെ? സഹായം നമുക്ക് ലഭിച്ചു, സഹായം ലഭിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്ക് കൂട്ടുകൂടി കഴിയുമ്പം നമുക്ക് പിന്നെ വേണ്ടത് ഒരുമയാണ്. ഒരുമ എന്ന് പറയുമ്പം അവിടെ കാട്ടിലോട്ട് വേട്ടക്കാരൻ വരുമ്പം ആ കാട്ടിലെ വേട്ടക്കാരനെ തുരത്താൻ വേണ്ടിയിട്ട് മൃഗങ്ങളെല്ലാവരും കൂടെ നീട്ടിയെടുക്കുന്ന തീരുമാനവും അതിന്റെ ഫലമായിട്ട് ഈ വേട്ടക്കാരൻ പോകുന്നതുമാണ് അതിനകത്ത് ഉള്ള ഒരു പ്രതിപാദ വിഷയം. അത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നത്. കാരണം നമുക്ക് കൂട്ടുകൂടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിന്നാലല്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ എല്ലാവരെയും കൂട്ടുകൂടി നമുക്ക് കഴിവില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ കാര്യം പഠിക്കാൻ താഴെയുള്ള പിള്ളേരെ ഇങ്ങനെ നമുക്ക് കൂടെ നിർത്തി ആ ഒരുമയോട് കൂടി നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാൻ. ഇത് മുഖ്യമായി ഇത്ര കൊച്ചു പ്രായത്തില് അല്ലെ, വളരെ കൊച്ചു പ്രായത്തില് ഇങ്ങനെ ഈ എന്താ പറയുന്ന ഈ സ്റ്റേജിലൂടെ ആദ്യം സഹായം ലഭിച്ചു, പിന്നെ കൂട്ടുകൂടി, പിന്നെ നമുക്ക് ഒരുമ അല്ലെ? അപ്പം അങ്ങനെ പോകുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുന്ന മുത്തുമണി പോലെ ഒരു കുട്ടി ഇത്ര ചെറു പ്രായത്തില് അങ്ങനെ ആ ഒരു ഘട്ടമായിട്ട് തിരിച്ച് ഇത് എഴുതിയത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് ഞങ്ങളെ പോലുള്ളവർക്ക് ഇത് വായിക്കുമ്പോൾ ഇത് കറുത്തുള്ളിലെ കഥയായിട്ട് ഈ പുസ്തകം മാറുകയാണ്. ശരിയല്ലേ? കാരണം ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് അവിടെ ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും പിന്നീട് നമ്മൾ അത് പിന്തുടർന്ന് പോകേണ്ട ഒരു പുസ്തകമായിട്ട് എനിക്ക് ഈ കഥ തോന്നുകയാണ്. അടുത്ത കഥ ഏതാ? അടുത്ത കഥ ദേഷ്യക്കാരൻ അല്ലേ? അടുത്ത കഥ എന്താണ്? നമ്മൾ ഒരുമ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടൊക്കെ കൂടുമ്പോ നമ്മുടെ കൂട്ട് കൂടുമ്പോൾ ഇല്ലേ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ദേഷ്യം വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അറിയാതെ മറ്റുള്ളവരെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ മുത്തുമണി ഈ കഥയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. അതിനകത്ത് ആരൊക്കെ? പുലിയും കരടിക്കുട്ടനും മുയലും അണ്ണാനൊക്കെ കഥാപാത്രമാക്കി നമ്മുടെ ചുറ്റുപാടിൽ തിരഞ്ഞെടുത്ത് വളരെ വ്യത്യസ്തമായിട്ട് ഒരു വരയോടുകൂടി ഇത് കളറായിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ കണ്ടോ ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അടുത്ത ദേഷ്യക്കാരൻ. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഇത് കഴിഞ്ഞു അല്ലെ? നമ്മുടെ കുട്ടികൾ മാറുന്നതനുസരിച്ചിട്ട് മാമ്പഴക്കള്ളൻ എന്ന് പറയുന്ന അവസാനത്തെ കഥ അല്ലെ? മുത്തശ്ശിയുടെ മാമ്പഴം കള്ളൻ എടുത്തോണ്ട് പോയി. അത് ആരെയും നോയിപ്പിക്കാതെ, കള്ളനെ തന്നെ നോയിപ്പിക്കാതെ കള്ളന്റെ പണിപ്പെട്ടു അല്ലെ? ആ കഥ തന്നെ മാമ്പഴക്കള്ളൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ മുൻ പേജായിട്ട് പ്രിന്റ് ചെയ്ത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഈ പുസ്തകം മുത്തുമണി നമ്മുടെ അടുത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിന് ഒരു തലം പറയട്ടെ. ഇപ്പൊ മുത്തുമണി ഈ മാമ്പഴക്കള്ളൻ എന്ന് പറയുന്ന ഈ പുസ്തകം അച്ചടിച്ചു. അതിനകത്ത് പഞ്ചതന്ത്രം കഥയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഞ്ചതന്ത്രം പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയതാണ് പഞ്ചതന്ത്രം എന്ന് പറഞ്ഞ കഥ. ഈ പഞ്ചതന്ത്രം കഥ 5 കഥകളായിട്ട് ഇപ്പൊ മുത്തുമണി എഴുതിയേക്കണ പോലെ 5 കഥകളായിട്ട് എഴുതിയേക്കാണ്. ഇതിന്റെ ഒരു ചരിത്രം പറയപ്പെടുന്നത് അമരശക്തി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ കഥ കേട്ടിട്ടുണ്ടോ? അമരശക്തി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് 3 കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പം ഈ 3 കുട്ടികള്
രാജാവായിരിക്കുമ്പോ എന്താ വേണ്ടേ, നമ്മളെ പ്രജകളെയൊക്കെ നയിക്കേണ്ട ആളാണ്. അപ്പം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം, നല്ല യുക്തതന്ത്രങ്ങൾ എടുക്കാൻ കഴിയണം, മറ്റുള്ളവർക്ക് പെരുമാറാൻ അറിയാൻ കഴിയണം. ഇതൊക്കെ വളരെ കുറവായിരുന്നു ഈ കുട്ടികൾക്ക്. അപ്പം ഈ വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന പണ്ഡിതനെ പിടിച്ചു വരുത്തി ആ വിഷ്ണു ശർമ്മൻ ഈ രാജാവിന്റെ 3 പുത്രന്മാരെയും പഠിപ്പിക്കുന്നതാണ് ഈ പഞ്ചതന്ത്രം എന്ന് പറയുന്ന കഥ. ഈ പഞ്ചതന്ത്ര കഥയിൽ ഇത് തന്നെയാണ് നമ്മുടെ ഓരോ ദിവസവും ആളുകളോട് പെരുമാറുന്നതും തീരുമാനം എടുക്കേണ്ടതും ഒക്കെ എങ്ങനെയാണെന്ന് ഈ കഥകളിലൂടെ ആണ് ഈ വിഷ്ണു ശർമ്മൻ ഈ രാജാവിന്റെ പുത്രന്മാരെ പഠിപ്പിച്ച് അവര് ഭാവിയിൽ നല്ല മിടുക്കരായി മാറി എന്ന് പറയുന്നതാണ് ഈ പുസ്തകം പറയുന്നത്. പിന്നെ ഇപ്പൊ മുത്തുമണി വേറെ ഏതെങ്കിലും ഇതിന് ശേഷം ഇപ്പൊ മാമ്പഴക്കള്ളൻ എന്ന് പറയുന്ന പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് മുത്തുമണി വേറെ ഏതെങ്കിലും പുസ്തകം എഴുതുന്നുണ്ടോ? എടുത്തിട്ടുണ്ട്. അതെന്താണ്? ഇപ്പൊ നമ്മൾ ആദ്യത്തെ പുസ്തകം എഴുതി, രണ്ടാമത്തെ പുസ്തകത്തിന് എന്താണ് അതിന്റെ എന്താണ് എഴുതിയതിന്റെ ആ ഒരു എന്താണ്, ആ ഏതാണ് പ്രതിപാദ വിഷയം ആ കഥയുടെ ഒന്ന് കൊച്ചില് പറയാമോ? പ്രകൃതിയാണ്. അപ്പം പ്രകൃതി ഇപ്പം നമ്മുടെ സാധാരണ എഴുതുന്ന ചുറ്റുപാടുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കും. പിന്നെ അടുത്ത സ്റ്റേജ് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടാല് അതെങ്ങനെയാണ്, നമ്മുടെ പ്രകൃതിയുടെ നമ്മുടെ മനുഷ്യരുടെ ചൂഷണമാണോ, അതെയോ നമ്മുടെ എന്താ പറയുന്ന പ്രകൃതി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണോ, എന്താണ് അതിനകത്ത് അടുത്ത പുസ്തകത്തിനകത്ത് ഓക്കെയാണ് അല്ല ക്യാരക്ടേഴ്സ്. അപ്പം അങ്ങനെയാണ് അടുത്ത പുസ്തകത്തിലേക്ക് പോകുന്നത്. പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുത്തുമണിക്ക് ഏത് മേഖലയിലാണ്, അതായത് കഥ എഴുതാനാണോ ആഗ്രഹിക്കുന്നത്, അതെയോ കവിത എഴുതാനാണോ ആഗ്രഹിക്കുന്നത്? കഥ എഴുതുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? നമുക്കിങ്ങനെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാന്നാണോ, അതെയോ എന്താണ് അതിന് കൂടുതൽ ഇഷ്ടം വരാനുള്ള കാരണം? കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ പറ്റൂലേ? അപ്പം ഇപ്പൊ എഴുതിയാക്കുന്ന പുതിയ പുസ്തകം പ്രകൃതിയെ കുറിച്ചാണ് തോന്നുന്നു. ആ പുസ്തകത്തിനകത്ത് 1-2 കഥാപാത്രങ്ങളുടെ പേര്. അപ്പം നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്നും, അതായത് നമ്മുടെ സമൂഹ പ്രദേശങ്ങളിൽ നിന്നും തന്നെ തിരഞ്ഞെടുത്ത് വായിക്കുന്ന വേറൊരു കഥയായിട്ട് തന്നെ അടുത്ത് തന്നെ അത് ഇതുപോലെ ഒരു പ്രസ് മീറ്റിൽ വെച്ചിട്ട് പ്രസിദ്ധീകരിക്കും കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ അടുത്തായിട്ട് ഞങ്ങൾക്ക് കഥ പ്രസിദ്ധീകരിക്കാം. പിന്നെ സാധാരണ നമുക്ക് പുസ്തകം എഴുതുന്നവർക്ക് ഈ പുസ്തക വിൽപ്പനയിലൂടെയൊക്കെ നമുക്ക് കുറച്ച് കാശ് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടാറുണ്ട് അല്ലെ? അപ്പം ഈ പറയുന്ന 5ാം ക്ലാസ്സുകാരി മാമ്പഴക്കള്ളൻ എന്ന് പറയുന്ന പുസ്തകം എഴുതി കുറച്ച് ഒരു ചെറിയ രീതിയിലെ കുട്ടി ഒരു ചെറിയ വരുമാനം കൂടി കിട്ടുന്ന ഒരു കുട്ടിയാണ്. പക്ഷ ഏതാണെങ്കിലും എന്റെ അഭിനന്ദനങ്ങൾ ആ രീതിയിൽ വന്നതിന് അല്ലെ. അപ്പൊ അത്രയ്ക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലെ? അപ്പം ഞാൻ എന്റെ ചെറുപ്പത്തില് മാതൃഭൂമി ന്യൂസും പേപ്പറിനകത്ത് വിശ്വസാഹിത്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഈ വിശ്വ സാഹിത്യം എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സാധാരണ അവരത് നിർത്തുന്നത് അത് വല്ലാത്ത ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. അപ്പം ഞാൻ ആ പ്രായത്തില് ഏകദേശം മുത്തുമണിയേക്കാൾ 2-3 വയസ്സ് പ്രായമുള്ള സമയത്ത് മാതൃഭൂമി ന്യൂസ് പേപ്പറിനകത്ത് വിശ്വ സാഹിത്യത്തിലെ ചെറിയ പാരഗ്രാഫ് എഴുതുന്നു. പക്ഷെ അതിപ്പോ കാണാറില്ല. അത് ഞാനൊരു 2-3 കിലോമീറ്റർ വന്നിരുന്ന് വായിക്കുന്നത്. എനിക്ക് വിശ്വസാഹിത്യം വേൾഡ് ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടം. അവരുടെ ശൈലി നമുക്ക് ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ പലതും ചിന്തിക്കാം. അപ്പൊ ഞാൻ മുത്തുമണി കഥ എഴുതും. ഞാൻ മുത്തുമണി കഥ പറയാം. കഥ എന്ന് പറയുന്ന ഡയമണ്ട് നെക്ലേസ് എന്ന് പറയുന്ന ഒരു കഥയാണ്. ചെറുത് കഥയാണോ ഷോർട്ട് സ്റ്റോറിയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുള്ള. എന്തെങ്കിലും ഞാൻ ഈ കഥ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റാരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് വിദേശത്ത് എവിടെയോ നടക്കുന്ന ഒരു കഥയാണ്. ഈ കഥ എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഈ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ ഈ താഴെയുള്ളതിനൊന്നും കുറച്ച് മുകളിലോട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ പോകുമ്പോൾ കാർ ഉപയോഗിക്കും, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കും, നല്ല മാലകൾ ഉപയോഗിക്കും. അങ്ങനെ പിന്നെ ജോലിക്കാരിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ഫാമിലി. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഇവര് ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവര് അടുത്ത വീട്ടിൽ ഒരു ഡയമണ്ട് നെക്ലേസ് കടം വാങ്ങും. നമ്മുടെ മാലയില്ലാത്ത വാച്ചൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ വാങ്ങില്ല, മുലയുടെ എനിക്ക് കെട്ടാൻ തരട്ടെ, എനിക്ക് ഇഷ്ടമായിരുന്നു.
അപ്പം ഈ പാർട്ടിയിൽ വെച്ചിട്ട് ഈ ഡയമണ്ട് നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാം? അവരുടെ സ്വത്തുക്കളെല്ലാം വിറ്റാലും ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇവരെന്ത് ചെയ്തു? ഇവരുടെ സാധനം കളഞ്ഞു പോയല്ലോ. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അന്നത്തെ സമ്പാദ്യങ്ങളെല്ലാം ഇതൊരു ഡയമണ്ട് നെക്ലേസ്, അതുപോലെ ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി ഇവർക്ക് കൊടുത്തു. അങ്ങനെ പ്രശ്നം സോൾവ് ആയിട്ട് ഇവരുടെ സ്വത്തുക്കളെല്ലാം കുറഞ്ഞു. ഇവരുടെ പരിചാരകീയ സെർവന്റിനെ അവർ പിരിച്ചു. സ്വന്തം ജോലിയൊക്കെ ചെയ്ത് അവരുടെ ആ ഒരു എന്താ പറയുക, അവരൊരു സാധാരണ ആൾക്കാരായി മാറി. ഇതൊരു അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ആ കൂട്ടുകാരിനെ കണ്ടുമുട്ടി. ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറയില്ലേ, ചെറുപ്പത്തിലൊക്കെ നമ്മൾ കൂട്ടുകാരി കാണുമ്പോൾ എടി നിനക്ക് എന്നാ പറ്റി, ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അന്നേരം ആ കൂട്ടുകാരിയോട് നിനക്ക് എന്നാ പറ്റിയേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവര് പറയുകയാണ്, എന്താണ്, അന്ന് ആ പാർട്ടിയിൽ വെച്ച് എന്റെ ഡയമണ്ട് നെക്ലേസ് നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഇങ്ങനെ വാങ്ങിച്ചു തരാൻ വേണ്ടി ഞാൻ സ്വത്തുക്കളെല്ലാം വിറ്റു. അങ്ങനെ അത് തിരിച്ചു തരാൻ വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിത രീതി മാറി. അവരിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് അവരൊക്കെ വെയിലൊക്കെ കൊണ്ട് അവരുടെ സ്കിൻ ടോണൊക്കെ മാറി, ഒരു വല്ലാത്ത ഇതിലേക്ക് മാറി. അപ്പൊ അന്നേരം ആ കൂട്ടുകാരി പറയുകയാണ്, ഞാൻ ആ നെക്ലേസ് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് ആയിരുന്നു പറയുകയാണ്, ഞാൻ അന്ന് തന്നത് എന്ന് പറയുകയാണ്. അപ്പം ഞാൻ ഈ കഥ വായിച്ചാണ്, സ്കൂൾ ടൈമിലാണ്, കോളേജ് ടൈമിൽ എവിടെ വായിച്ചാണ്, അങ്ങനെ ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് നോക്കി, ഇത് വളരെ ഒരു സിമ്പിളായിട്ട് മനോഹരമായ ഒരു കഥയാണ് ഈ കഥ എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ തുടക്കവും അവസാനവും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. ഇതാണ് എനിക്ക് വേൾഡ് ലിറ്ററേച്ചർ ഇഷ്ടപ്പെടാനുള്ള കാര്യം. അപ്പം പറ്റുവാണെങ്കിൽ ചെറിയ ചെറിയ ഈ വിശ്വസാഹിത്യത്തിന്റെ കുറെ സംഭവങ്ങൾ വായിക്കണം. അങ്ങനെ വായിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കഥകളിൽ നിന്നും വ്യത്യസ്തമായി, നമ്മുടെ കഥകൾ മോശമെന്നല്ല പറയുന്നത്. നമുക്ക് ചിലർക്ക് വേൾഡ് ലിറ്ററേച്ചർ ഇഷ്ടമുണ്ട്, ചിലർക്ക് നമ്മുടെ എഴുത്തുകാരും കവിത എഴുതുന്നവരൊക്കെ വളരെ ഇതാണ്. അവരുടെ നമ്മുടെ ഉദാഹരണം നമ്മൾ ചെമ്മീൻ സിനിമയൊക്കെ അറിയാമല്ലോ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് കണ്ട ഒരു മലയാള സിനിമയായിട്ട് ഇത് വരാം. അപ്പൊ അങ്ങനെ കൂടെയുള്ള പുസ്തകങ്ങൾ വായിക്കണം അല്ലേ. അപ്പം ഞങ്ങളുടെ പുസ്തക വിശേഷങ്ങളെല്ലാം പറഞ്ഞു, കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞു, പാട്ട് പാടി. അപ്പം മടുത്തോ? അപ്പൊ ഓണത്തിന് എന്താ വിശേഷം? ഓണത്തിന് പായസം ഉണ്ടാക്കണ്ടോ? എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? അത് പുറത്തു പോകാനാണോ? എങ്ങനെയാ പ്ലാൻ ചെയ്തേക്കുന്നത്? സദ്യ ഉണ്ട്. ഇവിടെയാണോ അതേ അമ്മ വീട്ടിലാണോ? ഇവിടെയാണോ? അല്ലെ. അപ്പം ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞില്ലേ, അത് കഥകൾ തന്നെ മുത്തുമണി എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിനെ വിളിക്കണം, ഫ്രണ്ട്സിനോട് കൂട്ടുകൂടണം. അവർ വഴക്ക് കൂടുകയാണെങ്കിൽ അതിനെല്ലാം മാറ്റിവിട്ട് നല്ല മിടുക്കിയാവണം, പഠിക്കുന്നവരെ പഠിക്കാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ പഞ്ചതന്ത്രം കഥകൾ പോലെ തന്നെ കഥകൾക്കുള്ളിൽ കഥകൾ ഒളിപ്പിച്ച് മുത്തുമണി 5 കഥകളായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം വളരെ മനോഹരമാണ്. ഇത് ഒരു കുട്ടിയുടെ സംരംഭം, എഴുത്തുകാരി എന്ന നിലയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് മുത്തുമണി ബത്ര എൻ അജയ് അല്ലെ. അപ്പം ഈ മാമ്പഴക്കള്ളൻ എന്ന് പറയുന്ന ഈ പുസ്തകം മുത്തുമണി എഴുതിയത്, ഇത് ഒരു കുട്ടി എന്ന നിലയിൽ നമുക്ക് കഴിയുമെങ്കിൽ കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ച് ഈ കുട്ടിയെ സഹായിക്കണം. കുട്ടിയുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പം വേറൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും തിരുവോണ ദിനാശംസയോടുകൂടി നമുക്ക് നിർത്തിയാലോ. നന്ദി, നമസ്കാരം.